നോർക്ക NHS വെയിൽസ് ഈ കഴിഞ്ഞ സെപ്റ്റംബറിൽ മെൻ്റൽ ഹെൽത്ത് നഴ്സിംഗിലേക്കുള്ള വാക്കൻസീസ് ഇൻ്റർവ്യൂസ് എല്ലാം തന്നെ നവംബറിലേക്ക് നടത്തുന്നുണ്ടെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് അതിൻ്റെ ഷോർട്ട് ലിസ്റ്റിങ്ങിൻ്റെ അപ്ഡേറ്റിനെ പറ്റിയിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു മെസ്സേജ് അയച്ചിട്ട്. സോ എൻ്റെ ഷോർട്ട് ലിസ്റ്റിംഗ് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് കംപ്ലീറ്റഡ് ആണ്. നമ്മുടെ ഒരുപാട് കുട്ടികൾക്ക് ഇപ്പോൾ ഷോർട്ട് ലിസ്റ്റിങ്ങിൻ്റെ അപ്ഡേറ്റ് അല്ലെങ്കിൽ ഇമെയിൽ നോർക്കയുടെ സൈഡിൽ നിന്നും NHS വെയിൽസിൻ്റെ സൈഡിൽ നിന്ന് അവർക്ക് കിട്ടിയിട്ടുണ്ട്. സോ നിങ്ങളുടെ ഫ്രണ്ട്സും ഇതേപോലെ ഷോർട്ട് ലിസ്റ്റ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ അവരും ഇതേപോലെ ആപ്ലിക്കേഷൻ നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു, അവരിതിനെപ്പറ്റി ഇൻഫർമേഷൻസ് ഒന്നും അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായി ഈ ഒരു വീഡിയോ നിങ്ങൾ അവരിലേക്ക് എത്തിക്കുക. അതിനകത്ത് അവർക്ക് കുറച്ച് ടെൻറ്റേറ്റീവ് ഡേറ്റ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു, 20, 21, 22 എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട്. പക്ഷേ ഒരുപാട് കുട്ടികൾക്കും, അതായത് ഇപ്പോൾ നമുക്ക് മെൻ്റൽ ഹെൽത്തിൻ്റെ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ എടുത്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കൊക്കെ തന്നെ കിട്ടിയിരിക്കുന്ന ഡേറ്റ് 21 കിട്ടിയിരിക്കുന്നത്. അത് ഓൺലൈനായിട്ടുള്ള വീഡിയോ കോൾ ഇൻ്റർവ്യൂ ആണ്, അല്ലാതെ ഇവിടെ NHS വെയിൽസിലുള്ള ആൾക്കാർ വന്ന് നടത്തുന്ന ഡയറക്റ്റ് ഇൻ്റർവ്യൂ അല്ല. അപ്പോൾ ഓൾറെഡി നിങ്ങൾ ഷോർട്ട് ലിസ്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ നോർക്കയുടെ സൈഡിൽ നിന്ന് ഒരു ഇമെയിലോ ഒരു കോളോ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വന്നിട്ടുണ്ടായിരിക്കും. അതിനകത്ത് എക്സാക്ട്ലി ഈ സ്ക്രീനിൽ കാണുന്ന പോലെ നിങ്ങളുടെ ടൈം കാര്യങ്ങൾ, നിങ്ങൾ കൊണ്ടുവരേണ്ട ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളെല്ലാം തന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ അവർ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു കാര്യം, നിങ്ങളൊരു 1 hour പ്രയറായിട്ട്, നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന ടൈമിന് ഒരു 1 hour പ്രയറായിട്ട് തന്നെ എത്തുക. കാര്യം സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻസ് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി പറയുന്ന ഡോക്യുമെൻറ്റ്സ് എല്ലാം തന്നെ നിങ്ങൾ കൊണ്ടുപോകാനായിട്ട് ഉറപ്പ് വരുത്തുക. അപ്പോൾ ഈ ഒരു NHS വെയിൽസിൻ്റെ മെൻ്റൽ ഹെൽത്തിൻ്റെ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ എടുക്കുന്ന ഒരുപാട് കുട്ടികൾ ഇപ്പോൾ നമ്മുടെ MNCയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അവിടെ തറവായിട്ടുള്ള പ്രിപ്പറേഷൻസ് കാര്യങ്ങളെല്ലാം തന്നെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ലൊരു കോമ്പറ്റീഷനാണ്. ബിക്കോസ് ഷോർട്ട് ലിസ്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് പേരും നമ്മുടെ MNCയിൽ പ്രിപ്പറേഷൻ എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഊഹിക്കാം, സെയിം മെറ്റീരിയൽസും സെയിം കണ്ടൻസും കാര്യങ്ങളെല്ലാം തന്നെയാണ് ഒരുപാട് പേരും പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും പോലെ ഇരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന ഒരു ഡെഡിക്കേഷൻ പോലെ ഇരിക്കും എത്രത്തോളം നിങ്ങൾക്ക് നന്നായിട്ട് അതിൽ എക്സൽ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ. സോ ഇൻ്റർവ്യൂ ഡേറ്റിന് പ്രയറായിട്ട് തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഈ ഒരു ഇൻ്റർവ്യൂവിൻ്റെ കോമൺ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളെല്ലാം വരുന്ന ഒരു സെഷൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരിക്കും. സോ അത് നിങ്ങൾ കാണുക. ഇപ്പോൾ ഒരുപാട് എൻറോൾ ആയിട്ടുള്ള കുട്ടികളുണ്ട്, അവർ നന്നായിട്ട് തന്നെ പഠിക്കുന്നുണ്ട്. എൻറോൾഡ് ആവാത്ത കുട്ടികൾ, അല്ലെങ്കിൽ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റിൽ ആയിട്ടുണ്ടെങ്കിൽ ഈ ഡോക്യുമെൻറ്റ്സിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നിങ്ങൾ പ്രിപ്പയർഡ് ആവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തിരിക്കുന്നത്. ഒരു കാര്യം ഞാൻ വീണ്ടും എടുത്ത് പറയുകയാണ്, നിങ്ങൾ ഷോർട്ട് ലിസ്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് നോർക്കയുടെ ഹെഡ് ഓഫീസിലേക്ക് പോകേണ്ടതുള്ളൂ. ബിക്കോസ് അവർ സർട്ടൻ ക്രൈറ്റീരിയാസ്, എക്സ്പീരിയൻസ് കാര്യങ്ങളെല്ലാം വെച്ചിട്ടാണ് ഇപ്പോൾ ആൾക്കാരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. നമ്പർ ഓഫ് ആൾക്കാർ എത്രയുണ്ടെന്നോ അതിൻ്റെ ഡീറ്റെയിൽസോ കാര്യങ്ങളൊന്നും തന്നെ കൂടുതൽ ഇൻഫർമേഷൻസ് പുറത്ത് വന്നിട്ടില്ല. അപ്പോൾ അന്ന് നമ്മൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റീനെ പറ്റിയിട്ടുള്ള വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടതിന് ശേഷം ഒരുപാട് പേര് ആപ്ലിക്കേഷൻസും കാര്യങ്ങളെല്ലാം സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് വീഡിയോസ് കണ്ട് സബ്മിറ്റ് ചെയ്തിട്ടുള്ള കുറേ കുട്ടികൾക്ക്, നമ്മുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കൊക്കെ തന്നെ, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബൊക്കെ ഫോളോ ചെയ്യുന്ന കുട്ടികൾക്കും ഇപ്പോൾ ഷോർട്ട് ലിസ്റ്റഡ് ആയിട്ടുണ്ട്. ആ ഷോർട്ട് ലിസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഡീറ്റെയിൽസ് എടുത്ത് നോക്കുമ്പോൾ അവരുടെ ബാക്ക്ഗ്രൗണ്ടിൽ അവർക്ക് either MSc നഴ്സിംഗ്, സൈക്കാട്രി എടുത്തിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ സൈക്കാട്രി അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്തിൽ പ്ലെൻറ്റി ഓഫ് ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് അവർക്കുണ്ടായിരിക്കും. ഓക്കെ, അങ്ങനെയുള്ളവർക്കാണ് കൂടുതൽ ഇപ്പോൾ ഷോർട്ട് ലിസ്റ്റിംഗ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റഡ് ആയില്ല എന്ന് കരുതി വിഷമിക്കേണ്ട. ഇപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ മാക്സിമം എക്സ്പീരിയൻസ് കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നിങ്ങൾ ഗെയിൻ ചെയ്യാനായിട്ട് നോക്കുക. ഇതുപോലത്തെ ഓപ്പർച്യൂണിറ്റീസ് ഇനി വരുന്ന സമയത്ത് ഇതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ, നമ്മുടെ യൂട്യൂബ് വീഡിയോയിലൊക്കെ തന്നെ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ പ്രിപ്പയർഡ് ആവുക. ഈ ഒരു ഇൻ്റർവ്യൂസ് ഒക്കെ വരുന്ന സമയത്ത് ഒരുപാട് ഫ്രീ ഇൻ്റർവ്യൂ വീഡിയോ സെഷൻസ് ഒക്കെ തന്നെ നമ്മുടെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഇനി കമ്മിങ് ഡേയിൽ മെൻ്റൽ ഹെൽത്തിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ വീഡിയോസ് കാര്യങ്ങളെല്ലാം, നമ്മുടെ മോക്ക് സെഷൻസിൻ്റെ വീഡിയോസ് ഒക്കെ തന്നെ യൂട്യൂബിൽ ഇടുന്നുണ്ട്. ഫർദർ ഇൻ്റർവ്യൂ പ്രിപ്പറേഷനും ഇൻഡിവിജ്വൽ അസിസ്റ്റൻസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള റെക്കോർഡ് സെഷൻസ്, മെൻ്റൽ ഹെൽത്തിൻ്റെ റെക്കോർഡ് സെഷൻസ്, നമ്മുടെ 5 hour ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ്റെ മാസ്റ്റർ ക്ലാസ് വീഡിയോസ്, മെൻ്റൽ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള സ്പെസിഫിക് PDF മെറ്റീരിയൽസ് കാര്യങ്ങൾ. അപ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പഠിക്കാനുണ്ട്. നമ്മൾ നാട്ടിൽ വർക്ക് ചെയ്യുന്നത് പോലെ അല്ല. അത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പോലും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അറിയാനായിട്ടുണ്ട്, മെൻ്റൽ ഹെൽത്ത് ആക്ടിനെ പറ്റിയിട്ടും സെക്ഷൻസിനെ പറ്റിയിട്ടും ഒക്കെ. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾ പ്രിപ്പയർഡ് ആയതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻ്റർവ്യൂവിന് പോവുക. അതുപോലെ നമ്മുടെ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പുകളും വാട്സപ്പ് ചാനൽസും ഒക്കെ തന്നെ ഉണ്ട്. അതും നിങ്ങൾ ഫോളോ ചെയ്ത് ഗ്രൂപ്പുകളിലൊക്കെ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന പുതിയ അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ റിക്രൂട്ട്മെൻറ്റ്സ് വരുന്നതാവട്ടെ എല്ലാം നമ്മുടെ ഗ്രൂപ്പിൽ ജെന്യുവൻ ആയിട്ടുള്ള ഏജൻസീസിൻ്റെ ഇൻഫർമേഷൻസ് എല്ലാം തന്നെ ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും. അതെല്ലാം നിങ്ങൾ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇതൊന്നും തന്നെ നിങ്ങൾ മിസ്സായി പോയില്ല. കാര്യം വീഡിയോ ഇട്ട് കഴിഞ്ഞ് അവരുടെ ആപ്ലിക്കേഷൻസ് കാര്യങ്ങളെല്ലാം ഡെഡ്ലൈൻ സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം വീഡിയോ കണ്ട് എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്, എൻ്റെ ഡെഡ്ലൈൻ കഴിഞ്ഞല്ലോ, ഇപ്പോഴാണ് ഞാൻ വീഡിയോ കാണുന്നത്, എന്ത് ചെയ്യും, ഇനി കൊടുത്തിട്ട് കാര്യമുണ്ടോ? അപ്പം എനിക്ക് പറയാനുള്ളത്, ആ ഡെഡ്ലൈൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യം ഇപ്പോൾ നല്ല കോമ്പറ്റീഷനാണ്. നിങ്ങൾക്കറിയാം 2-2.5 വർഷമായിട്ട് റിക്രൂട്ട്മെൻറ്റ്സും കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ട് നടക്കുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഒരുപാട് പേരാണ് ഇപ്പോൾ നഴ്സസ് വെയിറ്റിംഗ് ആയിട്ടുള്ളത്, വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളത്. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആണ്. ആദ്യം ആര് കാണുന്നോ അവർ കൊടുത്തിരിക്കും എന്തായാലും. ഓക്കെ, ഇപ്പോൾ എൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഇതുപോലത്തെ ഇൻഫർമേഷൻ വരുമ്പോൾ എല്ലാവർക്കും ഫെയർ ആയിട്ട് ഈ ഒരു വീഡിയോ ജനറലി പോസ്റ്റ് ചെയ്യാന്നുള്ളൊരു സംഭവമാണ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മെൻ്റൽ ഹെൽത്തിൻ്റെ ഇൻ്റർവ്യൂ പ്രിപ്പറേഷന് തന്നെ ഷോർട്ട് ലിസ്റ്റഡ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ ആൾക്കാർ നമ്മളെടുത്തപ്പോൾ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെയും എനിക്ക് തരം തിരിക്കാനായിട്ട് സാധിക്കില്ല. എല്ലാവരെയും ഫെയർ ആയിട്ട് എനിക്ക് പഠിപ്പിക്കാനായിട്ട് സാധിക്കുള്ളൂ. അല്ലെങ്കിൽ അവർക്ക് മെറ്റീരിയൽസ് കൊടുക്കുന്നതാണെങ്കിലും വീഡിയോ സെഷൻസ് കൊടുക്കുന്നതാണെങ്കിലും എല്ലാം ഒരുപോലെ എനിക്ക് പഠിപ്പിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതിലും കോമ്പറ്റീഷനാണ്. നിങ്ങൾ ആലോചിച്ചു, അതായത് ഇപ്പോൾ ഒരു 30 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്തൊരു 10 പേര് ഓൾറെഡി നമ്മളടുത്ത് എൻറോൾ ചെയ്തിട്ടുണ്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ എത്രത്തോളം കോമ്പറ്റീറ്റീവ് ആയിരിക്കും ഈ ഒരു ഇൻ്റർവ്യൂ എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഊഹിക്കാം.
സെയിം ഇതുപോലെയായിരുന്നു NHS വെയിൽസിൻ്റെ ഇൻ്റർവ്യൂ നേരത്തെ നോർക്ക് നടത്തിയ സമയത്ത്. ഏകദേശം നമ്മുടെ MNCയിൽ ജോയിൻ ചെയ്ത് ഇൻ്റർവ്യൂവിന് പ്രിപ്പറേഷൻ വേണ്ടി എടുത്തിട്ടുള്ള എല്ലാ കുട്ടികൾക്കും കിട്ടിയിട്ടുണ്ടെന്ന്, ഒരാൾക്ക് പോലും കിട്ടാതിരുന്നിട്ടില്ല ആ ഒരു വെയിൽസിൻ്റെ ഇൻ്റർവ്യൂ. അപ്പം അവിടെ ഞാൻ കൊടുക്കുന്ന ഗൈഡൻസ് മാത്രമല്ല, നിങ്ങൾ കൊടുക്കുന്ന ഹാർഡ് വർക്കും കൂടിയാണ്, അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന സ്മാർട്ട് വർക്കാണ്, ആ ഒരു ഹോം വർക്കാണ് നിങ്ങളെ മാക്സിമം ഇതിലോട്ട് കൊണ്ടെത്തിക്കുക. കാര്യം നിസ്സാരമല്ല, ഇപ്പം നല്ല ടൈറ്റാണ് ഇൻ്റർവ്യൂസ്. നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ആൻസേഴ്സ് നിങ്ങൾ മോഡുലേറ്റ് ചെയ്ത് ചെയ്യുകയും പ്രസൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ഇൻ്റർവ്യൂ സക്സസ്ഫുൾ ആകാനായിട്ട് പറ്റുക. ഓക്കെ, നമ്മുടെ യൂട്യൂബിനകത്ത് ഒരുപാട് സക്സസ്ഫുൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിൻ്റെ ഇൻസ്പയറിംഗ് വീഡിയോസ് അവർ ഇട്ടിട്ടുണ്ട്. അവരെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തത്, അവരുടെ ജേർണി എങ്ങനെയായിരുന്നു, അവർ വീഡിയോസ് മെറ്റീരിയൽസ് എത്രത്തോളം നല്ല രീതിയിൽ യൂസ്ഫുൾ ആക്കിയിട്ടുണ്ട്. കാര്യം ഇതെല്ലാം ലൈഫ് ടൈം ആക്സസിബിൾ വീഡിയോ ആണ്, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് യൂസ് ചെയ്യും. ഇന്നത്തെ ലിമിറ്റോ കാര്യങ്ങളൊന്നും ഇല്ല നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് കയറി നിങ്ങൾ നോക്കുന്നതിന്. അപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക, ഹോം വർക്ക് ചെയ്യുക, സ്മാർട്ട് വർക്കോട് കൂടി നിങ്ങൾ പോയി എന്ത് ചെയ്യുക, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ ഷോർട്ട് ലിസ്റ്റ് ആയിട്ടുള്ള എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. ആൻഡ് നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ആയിട്ടില്ലെങ്കിൽ ഒരിക്കലും വിഷമിക്കരുത്, നിങ്ങളുടെ ചാൻസസ് ഇനിയും വരുന്നുണ്ട്. അപ്പോൾ ഇതേപോലത്തെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് നമ്മുടെ പേജസും യൂട്യൂബ് ചാനലൊക്കെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യാൻ എന്തായാലും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.